ഇതൊന്ന് കട്ട് ചെയ്തിട്ട് പൈസ എടുത്തതിന് ശേഷം ഈ ഭാഗം വീണ്ടും അടച്ചു വെക്കും. ഓക്കെ, അപ്പം മുറിക്കാൻ പോവാണേ. മുറിയോന്നൊന്നും അറിയില്ല. മുറിയുമായിരിക്കും അല്ലേ. മുറിഞ്ഞില്ലെങ്കിലും ഇത് കുത്തിപ്പൊളിക്കുമെങ്ങാനും ചെയ്യേണ്ടി വരും. കാരണം 10 രൂപയെ ഈ ഒരു ഭണ്ഡാരത്തിനുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അടിയിൽ നല്ല കട്ടിയുണ്ടതുകൊണ്ട് ഞാനിത് ഇങ്ങനെ മുറിക്കുവാണേ. വട്ടത്തിൽ തന്നെ മുറിക്കുന്ന. ഇനി എന്തായാലും പകുതി മുറിച്ചിട്ട് ഇതിനകത്ത് എടുത്ത് വെക്കാന്നുള്ള എൻ്റെ പിന്നെ വ്യാമോഹം ഞാൻ ഉപേക്ഷിച്ചു. കാരണം നടക്കൂല. അതുകൊണ്ട് ഞാനിത് വട്ടത്തിലാണ് മുറിക്കുന്നത്. എനിക്ക് മുറിക്കുമ്പോൾ പേടിയുണ്ട്, പൈസക്ക് തട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇത് ഫുള്ളായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും സൈഡിലേക്ക് കൂടി തട്ടിയാൽ പൈസ അങ്ങ് പോകുമല്ലോ. അതുകൊണ്ട് ഓക്കെ, ഇത്ര മുറിച്ചാൽ മതി. വീഴുന്ന പോലും ഇല്ല. സംഭവം കഴിഞ്ഞു. അപ്പൊ ഇനി ഇതൊരു ടാസ്ക്കാണ്. എന്താന്ന് വെച്ചാല് ഇതിനെല്ലാം ഇനി നിവർക്കണ്ടേ. മൊത്തം പൂപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നിവർത്ത് നോക്കാം. പൊന്നോ ഹെൽപ്പ് ചെയ്. മൈ ഗോഡ്, അതാ മുത്തുപോയി. അപ്പൊ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഇതിൽ എത്ര പൈസ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യണേ. ഇതിൽ എത്രയോ പൈസ ഉള്ളത് എന്ന് ഞാനിപ്പോൾ എന്തായാലും പറയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഗസ് ചെയ്യ് ഇതിനകത്ത് എത്ര പൈസ ഉണ്ടാകും എന്നുള്ളത്. ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് നാളെ പറയാം ഇതിൽ എത്ര പൈസ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഗസ് ചെയ്യ് ഇത് എത്ര പൈസ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നാളെ പറയാം ഇതിൽ എത്ര പൈസ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും തുടർന്ന് അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.